ഒരു എലിവേറ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അവിടെ ഘടിപ്പിച്ചിരിക്കുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അതിനെ തുടർന്ന് നമ്മളെയും വഹിച്ചുകൊണ്ട് എലിവേറ്റർ മുകളിലേക്ക് ഉയരുകയാണ്. മുകളിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്കല്ല, മറിച്ച് സ്പേസിലേക്ക് ഉയരുന്ന കാര്യം തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം സ്പേസ് എലിവേറ്ററുകളാണ്. ഇപ്പോൾ നിരവധി പഠനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സ്പേസ് ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സ്പേസിലേക്ക് എത്തിച്ചേരാനുള്ള സാങ്കേതികവിദ്യ റോക്കറ്റുകളാണ്. റോക്കറ്റുകളുടെ സഹായത്താൽ നമുക്ക് വലിയ പേടകങ്ങളെ സ്പേസിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ പേടകങ്ങളിൽ നമുക്ക് മനുഷ്യരെയും കൊണ്ടുപോകാം. പക്ഷേ ഇതിനു വേണ്ടി വരുന്ന ചെലവ് വളരെയധികം കൂടുതലാണ്. ഉദാഹരണത്തിന് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന സ്ഥാപനം നിർമ്മിക്കുന്ന ഫാൽക്കൺ 9 എന്ന റോക്കറ്റിനെ എടുക്കാം. ആ റോക്കറ്റ് സഹായത്താൽ നമ്മൾ 1 കിലോ ഭാരം വരുന്ന ഒരു പദാർത്ഥത്തെ സ്പേസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 6 ലക്ഷത്തോളം രൂപയാണ് ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരിക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ധനം തന്നെയാണ്. വലിയ തോതിലുള്ള ഇന്ധനം ഇവിടെ ആവശ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയധികം പണം ചെലവഴിച്ച് റോക്കറ്റുകളുടെ സഹായത്താൽ പദാർത്ഥങ്ങളെ സ്പേസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തന്നെ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നടന്നിട്ടുള്ള പേടകങ്ങളുടെ വിക്ഷേപണത്തിൻ്റെ വിജയശതമാനത്തേക്കാൾ താരതമ്യേന ഉയർന്ന വിജയശതമാനം തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അത് അത്രയ്ക്കങ്ങ് ഉയർന്ന ഒരു ശതമാനമാണെന്ന് പറയാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവേഷകർ പുതിയ ചില നൂതന മാർഗങ്ങളുടെ പിന്നാലെ പോകുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മാർഗമാണ് എലിവേറ്ററുകൾ. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ പ്രത്യേകം ഓർത്തിരിക്കണം. എലിവേറ്ററുകളുടെ സഹായത്താൽ നമുക്ക് ഒരിക്കലും ഒരു അന്യഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇതുകൊണ്ട് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കുന്നതാണ്. അതുതന്നെയാണല്ലോ ഇപ്പോഴുള്ള റോക്കറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതിനെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാക്കി മാറ്റുന്നത് ഇതിൻ്റെ കുറഞ്ഞ പണച്ചെലവ് തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെ ചിലവിനേക്കാൾ 95% ചെലവ് ഇവിടെ കുറവാണ്. എലിവേറ്റർ നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഐഡിയ ഉണ്ടാകുന്നത് തന്നെ 1895 ഇതിന് കാരണമായി മാറിയത് പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇഫൽ ഗോപുരമാണ്. നമുക്കറിയാം, ഇഫൽ ഗോപുരത്തിൽ ലിഫ്റ്റുകളുണ്ട്. ആ ലിഫ്റ്റുകളുടെ സഹായത്താൽ നമുക്ക് അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ലിഫ്റ്റുകളെ നമുക്ക് അത്രയ്ക്കൊന്നും കാണാൻ സാധിക്കുമായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ പ്രശസ്ത ഗവേഷകനായ കോൺസ്റ്റന്റൈൻ സിലോസ്കോവിസ്കി അദ്ദേഹം ഈ ഒരു ടവർ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആശയമാണ് സ്പേസിലേക്ക് നമുക്ക് സ്പേസ് ക്രാഫ്റ്റുകളെ ഇങ്ങനെയുള്ള എലിവേറ്ററിലൂടെ അയക്കാമെന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചിന്ത അല്പമങ്ങ് കടന്നുപോയി. ഇഫൽ ഗോപുരം പോലെ വലിപ്പമേറിയ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുക. എന്നാൽ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇഫൽ ഗോപുരത്തിൻ്റെ വലിപ്പമല്ല, 35,000 കിലോമീറ്ററാണ് അതിൻ്റെ വലിപ്പം. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്രയധികം വലിപ്പമേറിയ ഒരു സ്ട്രക്ചർ നിർമ്മിക്കാനുള്ള ശേഷി മനുഷ്യൻ്റെ സാങ്കേതികവിദ്യകൾക്കില്ല. പക്ഷേ ഫിസിക്സിലുള്ള നമ്മുടെ അറിവ് വർഷങ്ങൾ കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ആശയം ലഭിക്കുകയുണ്ടായി. വലിപ്പമേറിയ ഒരു വസ്തു, ആ വസ്തു ശക്തമായ വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ വസ്തുവിലേക്ക് നമ്മൾ വലിപ്പമുള്ള ഒരു കയർ കെട്ടുകയാണെങ്കിലോ ആ കയറും അതേ വസ്തുവിനോടൊപ്പം തന്നെ കറങ്ങുന്നതാണ്. കയറിൻ്റെ മറുവശത്ത് നിശ്ചിത ഭാരമുള്ള ഒരു വസ്തുവിനെ നമ്മൾ കെട്ടിവെക്കുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ കറക്കം കാരണം ആ കയർ ഇപ്പോൾ നീളത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അതേപടി തുടർന്നു പോവുകയും ചെയ്യും. അതിൻ്റെ കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് എത്രമാത്രം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൽ നമ്മൾ കയറുക. ശേഷം അതിൽ കെട്ടിവെച്ചിരിക്കുന്ന കയർ ഊരി നമ്മൾ കയ്യിൽ പിടിക്കുക. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്നതാണ്. അതായത് ഒരു വസ്തുവിനെ കെട്ടിവെച്ചിരിക്കുന്ന ആ കയർ നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു ഫോഴ്സാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇനി നമുക്ക് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വസ്തുവിന് പകരം ഭൂമി എടുക്കാം. ശക്തമായ വേഗതയിൽ ഭൂമി എല്ലായ്പ്പോഴും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സെക്കൻഡിൽ 460 മീറ്റർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ 1500 കിലോമീറ്റർ എന്ന വേഗതയിലാണ് ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കെട്ടിവച്ചിരിക്കുന്ന കയറും അതേ വേഗതയിൽ തന്നെ ഭൂമിയോടൊപ്പം തന്നെ കറങ്ങുന്നതുമാണ്.
സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ശക്തി കാരണം ഭൂമിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ എലിവേറ്റർ ഭൂമിയിൽ നിന്നും അല്പം അകന്നു പോകുന്നതാണ്. അങ്ങനെ അകന്നു പോകാനായി അതിനെ നമ്മൾ അനുവദിക്കേണ്ടതുമാണ്. എന്നാൽ അകന്നു പോയി ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് അകന്നു പോകുന്നതല്ല. ആ ഘട്ടമാണ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുമുള്ള 35,000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭ്രമണപഥം. ആ സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും പരസ്പരം ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നു എന്നതാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിനെ ഭൂമിയുടെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതിനെ വെളിയിലേക്കാണ് വലിക്കുന്നത്. രണ്ടും ഒരേ ഫോഴ്സ് തന്നെയാണ് എങ്കിൽ അത് അതേ സ്ഥലത്ത് തന്നെ തുടർന്നു പോകുന്നതാണ്. ഈ സ്ഥലത്തിനെ അല്ലെങ്കിൽ ഈ ഓർബിറ്റിനെയാണ് നമ്മൾ ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റോക്കറ്റുകളുടെ സഹായത്താൽ ഈ ഭാഗത്തേക്ക് നമ്മൾ നിരവധി സാറ്റലൈറ്റുകളെ അയക്കാറുണ്ട്. ആ സാറ്റലൈറ്റുകൾ പിന്നീട് ഭൂമിയുടെ അതേ വേഗതയിൽ ഭൂമിക്ക് ചുറ്റിനുമായി വലം വെക്കുന്നതാണ്. അതായത് ഈ സാറ്റലൈറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗം മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. കാരണം രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് 0ആണ്. ഭൂമിയുടെ ഏതു ഭാഗവുമായിട്ടാണ് എലിവേറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ വയർ ഘടിപ്പിക്കേണ്ടത്. അതിന് ഏറ്റവും ഉചിതമായ സ്ഥലം ഭൂമിയുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതിനെ കണക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കണക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം അതിൻ്റെ സ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റേഷനെ കരയിൽ സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് സമുദ്രത്തിൽ സ്ഥാപിക്കുന്നതായിരിക്കും. 35,000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എലിവേറ്ററിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ സ്പേസ് സ്റ്റേഷനായിട്ട് എടുക്കാവുന്നതാണ്. മറ്റ് ചില എലിവേറ്ററുകൾ ഉപയോഗിച്ച് അവിടെ ആവശ്യമായിട്ടുള്ള കാർഗോസ് നമുക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്, അതും വളരെ തുച്ഛമായിട്ടുള്ള ചെലവിൽ. പക്ഷേ ഇപ്രകാരം കാർഗോയെ അവിടെ എത്തിക്കാൻ നമുക്ക് വലിയ അളവിലുള്ള ഊർജം അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് മികച്ച സോളാർ പാനലുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ കുറച്ചുകൂടി ഊർജം നൽകുന്ന ന്യൂക്ലിയർ സിസ്റ്റം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ള പഠനങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ നിന്നും കാർഗോ അവിടേക്ക് എത്തിക്കാനായി ഏറ്റവും കുറഞ്ഞത് 8 ദിവസങ്ങളെങ്കിലും എടുക്കുന്നതാണ്. ആ എലിവേറ്ററിൽ മികച്ച റേഡിയേഷൻ ഷീൽഡുകൾ കൂടി ഘടിപ്പിക്കുകയാണെങ്കിൽ ആസ്ട്രോനോട്ട്സിനെ നമുക്ക് അവിടേക്ക് അയക്കാവുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വളരെ അനായാസമായി മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ആസ്ട്രോനോട്ട്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകമായി നിർമ്മിച്ചിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിക്കണം എന്നു മാത്രം. സ്പേസിൽ ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്പേസിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് സഞ്ചരിക്കുക അത്ര ചെലവേറിയ ഒരു കാര്യമൊന്നുമല്ല. ഇത്രയധികം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും നമുക്ക് എലിവേറ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കാതെ പോകുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഉപയോഗിക്കുന്ന കേബിൾ തന്നെയാണ്. ആ കേബിൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ നാശനഷ്ടം തന്നെ ആയിരിക്കും സംഭവിക്കുക. ഇതേ മേഖലയിൽ തന്നെ നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാർബൺ നാനോ ട്യൂബുകളും ഡയമണ്ട് നാനോ ത്രെഡുകളും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു റോപ്പ് അല്ലെങ്കിൽ ഈ ഒരു കയർ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോഴുള്ള മനുഷ്യന്റെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഈ വസ്തുക്കൾ തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത്. പക്ഷേ 35,000 കിലോമീറ്റർ നീളം വരുന്ന ഒരു നാനോ ട്യൂബ് നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിലവിൽ വളരെ ചെറിയ അളവിലുള്ള നാനോ ട്യൂബ് ചെയിനുകൾ മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നത് ചൈനയും ജപ്പാനുമാണ്. 2050 ആദ്യത്തെ എലിവേറ്റർ സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഈ രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അത് സത്യമാണെങ്കിൽ വലിയൊരു കുതിപ്പിലേക്ക് തന്നെയാണ് ആസ്ട്രോണമി മേഖല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 36,000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഓർബിറ്റിന്റെ പേര് എന്താണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.